everyone. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ടോപ്പിക്കാണ് കോമ്പോസിറ്റ് ബീം അല്ലെങ്കിൽ ഫ്ലിച്ച്ഡ് ബീം എന്ന് പറയും. കോമ്പോസിറ്റ് ബീം ഓർ ഫ്ലിച്ച്ഡ് ബീം. അതിൻ്റെ ഡെറിവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എ ബീം മെയ്ഡ് അപ്പ് ഓഫ് ടു ഓർ മോർ മെറ്റീരിയൽസ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് assumed to be rigidly connected together and behaving like a single piece is known as a composite beam or a flitched beam. എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റീരിയൽസ് ജോയിൻ ചെയ്ത് ഒരു മെറ്റീരിയലായി മാറുന്നതിനെയാണ് കോമ്പോസിറ്റ് അല്ലെ ഫ്ലിച്ച്ഡ് ബീം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ഒരു ബീമാണെന്ന് വെച്ചോൾ. ഈ ബീമിൽ രണ്ട് മെറ്റീരിയൽസാണ് പോകുന്നത്. സാധാരണ നമ്മൾ ബീമിൻ്റെ മെറ്റീരിയൽ എന്താ, കോൺക്രീറ്റ് ബീം എന്നല്ല പറയും. ഇതെന്ന് പറയുമ്പോഴും ഇതിൻ്റെ അകത്തിപ്പം സ്റ്റീല് വരും, രണ്ട് എൻഡിലും വേറെ മെറ്റീരിയലും നടുക്ക് വേറെ മെറ്റീരിയലും വരുന്നതിനെയാണ് കോമ്പോസിറ്റ് ബീം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് അറ്റത്ത് രണ്ടും സ്റ്റീലാണ്, നടുക്ക് വുഡനും ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിലുള്ള ബീംസിനെയാണ് കോമ്പോസിറ്റ് അല്ലെ ഫ്ലിച്ച്ഡ് ബീം എന്ന് പറയുന്നത്. നമ്മൾ ഈ സാൻഡ്വിച്ച് പാനലിലൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്നതൊക്കെ ഫ്ലിച്ച്ഡ് ബീമാണ്. ഇനി ഇങ്ങനത്തെ കേസ് ഓഫ് ബീംസിൽ സ്ട്രെയിന്, ഈ രണ്ട് ബീംസും ജോയിൻ ചെയ്യുന്ന കോമൺ സർഫസിൽ സ്ട്രെയിൻ എന്താണ്, സെയിം ആയിരിക്കും. സ്ട്രെയിൻ അറ്റ് ദ കോമൺ സർഫസ് വിൽ ബി സെയിം ഫോർ ബോത്ത് മെറ്റീരിയൽ. രണ്ട് മെറ്റീരിയലിനും സ്ട്രെയിൻ സെയിം ആയിരിക്കും. ഓൾസോ ദ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വിൽ ബി സം ഓഫ് ദി മൊമെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ സെക്ഷൻ. ഈ ഓരോ ഇൻഡിവിജ്വൽ സെക്ഷൻ്റെയും സമ്മാണ് ആ ഒരു ഫ്ലിച്ച്ഡ് ബീമിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ കൺസിഡർ എ കോമ്പോസിറ്റ് ബീം. അപ്പം നമ്മളിങ്ങനെ ഒരു ബീം കൺസിഡർ ചെയ്തു. അതിൻ്റെ എൻഡിൽ രണ്ടും സ്റ്റീൽ പ്ലേറ്റ്സ് ആണ്, നടുക്ക് വുഡൻ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഇതാണ്. നമ്മളൊരു ന്യൂട്രൽ ആക്സിസ് എടുത്തു. ആ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എൻഡ് വരെയുള്ള ഡിസ്റ്റൻസിനെ വൈ എന്ന് ഡിനോട്ട് ചെയ്തു. ഇപ്പോൾ മേപ്പോട്ടാണെങ്കിലും വൈ, താഴോട്ടാണെങ്കിലും ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ആ ഒരു ബീമിൻ്റെ എൻഡ് വരെ പോകുന്ന ഡിസ്റ്റൻസിനെയാണ് വൈ എന്ന് പറയുന്നത്. So let y be the distance from neutral axis. Stress in steel and wood. സ്റ്റീലിലെയും സ്ട്രെസ്സിനെയും എന്താണ്, സ്റ്റീലിലെയും വുഡിൻ്റെയും സ്ട്രെസ് നമുക്ക് σ1 σ2 എന്ന് നെയിം ചെയ്യാം. ഇനി ഓരോ മെറ്റീരിയലിനെയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ലെറ്റ് E1 ബി അതിൻ്റെ ഓരോ കമ്പോണൻസ് ആണ്. ഇപ്പോൾ സ്റ്റീലിൻ്റെ കേസ് ആദ്യം എടുക്കുകയാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസിനെ നമുക്ക് E1 എന്ന് നെയിം ചെയ്യാം. ദാറ്റ് ഈസ് ദ യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ പ്ലേറ്റ്. അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയെ I1 എന്ന് നെയിം ചെയ്യാം. അതിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിനെ M എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഫ്ലിച്ച്ഡ് ബീമും എല്ലാം നമ്മൾ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ബീമിൽ സ്ട്രെസ് അല്ലെ സ്ട്രെയിൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന ഫോർമുല മൊമെൻറ്റ് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ പ്യുവർ ബെൻഡിങ്ങിൻ്റെ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റീലിൻ്റെ കമ്പോണൻസ്. ദാറ്റ് ഈസ് E1 യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ പ്ലേറ്റ്, I1 മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, M1 മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇനി വുഡിൻ്റെ കേസ് ആണെങ്കിലോ E2 യങ്സ് മോഡുലസ് ഓഫ് വുഡ്, I2 മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് വുഡ് എബൌട്ട് ന്യൂട്രൽ ആക്സിസ്, M2 മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് വുഡ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് സ്ട്രെയിൻ, സ്റ്റീലിൻ്റെയും വുഡിൻ്റെയും സ്ട്രെയിൻ കണ്ടുപിടിക്കാം. That is strain in steel at a distance y from neutral axis is equal to stress by Young's modulus. നമുക്കറിയാം ഇക്വേഷൻ, നമ്മൾ മൊമെൻറ്റ് ഇക്വേഷനിൽ പഠിച്ചപ്പം യങ്സ് മോഡുലസിൻ്റെ ഫോമുല എന്തുമായിരുന്നു, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ അതിൽ നിന്ന് സ്ട്രെയിൻ കണ്ടുപിടിക്കാമല്ലോ, സ്ട്രെസ് ബൈ ഇ. സ്റ്റീലിൻ്റെ സ്ട്രെസ് എന്താണ് നമ്മൾ നെയിം ചെയ്യുന്നത്, σ1. E1 ആണ് അതിൻ്റെ യങ്സ് മോഡുലസ്. അപ്പം വുഡിൻ്റെ കേസിലാണെങ്കിലോ സ്ട്രെയിൻ ഇൻ വുഡ് അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ന്യൂട്രൽ ആക്സിസ്, അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ന്യൂട്രൽ ആക്സിസ് ഈസ് σ2 ബൈ E2. E2 ആണ് അതിൻ്റെ യങ്സ് മോഡുലസ്. ഇനി പക്ഷേ നമ്മൾ എന്താണ് ഫോർമുല, നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പം പറഞ്ഞു ദ സ്ട്രെയിൻ അറ്റ് കോമൺ സർഫസ് ഈസ് സെയിം. രണ്ട് മെറ്റീരിയലും ജോയിൻ ചെയ്യുന്ന കോമൺ സർഫസിൽ സ്ട്രെയിൻ സെയിം ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈക്വൽ ആയിട്ട് എടുക്കാമല്ലോ. σ1 ബൈ E1 ഈസ് ഈക്വൽ ടു σ2 ബൈ E2. ദാറ്റ് ഈസ് സ്ട്രെയിൻ ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഓഫ് വുഡ്. അതിൽ നിന്ന് നമുക്ക് σ1ൻ്റെ ടേംസിലോട്ട് മാറ്റുവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, E1 ബൈ E2 ഈസ് ഈക്വൽ ടു σ2. ഇതിൽ E1 ബൈ E2 എന്ന് പറയുന്നതാണ് മോഡുലാർ റേഷ്യോ. മോഡുലാർ റേഷ്യോ E1 ബൈ E2നെയാണ് മോഡുലാർ റേഷ്യോ എന്ന് പറയും, MODU അല്ലേ, മോഡുലാർ റേഷ്യോ ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് വുഡ്. അപ്പോൾ E1 ബൈ E2 ആണ്
മോഡുലാർ റേഷ്യോ ബിറ്റ്വീൻ സ്റ്റീൽ ആൻഡ് വുഡ്. അതിനെ നമ്മൾ സ്മോൾ എം ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. E1/E2 എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ ആണ്. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് റിലേഷൻ യൂസ് ചെയ്യുവാണ്. യൂസിങ് റിലേഷൻ M/I ഈസ് ഈക്വൽ ടു σ/y. അപ്പോൾ ഈ റിലേഷൻ യൂസ് ചെയ്ത് നമുക്ക് മൊമെൻ്റാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആ ഒരു ഡെറിവേഷനിലേക്കാണ് വരുന്നത്. അപ്പം ഇത് ബെൻഡിങ് മൊമെൻറ്റ് റിലേഷൻ യൂസ് ചെയ്യാണ്. യൂസിങ് ദ റിലേഷൻ M/I ഈസ് ഈക്വൽ ടു σ/y വി ഗെറ്റ് എന്താണ് നമുക്ക് കിട്ടുന്നത്? എം കണ്ടുപിടിച്ചൂടെ? എം എന്ന് പറയുന്നത് എന്താണ്? σy ഇൻറ്റു ഐ. ഓക്കെ, σy ഇൻറ്റു ഐ എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് സ്റ്റീൽ ആൻഡ് വുഡ് എങ്ങനെയായിരിക്കും നമുക്ക് എഴുതാം? ഇത് നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് സ്റ്റീൽ ആൻഡ് വുഡ് എഴുതാൻ പറ്റും അല്ലേ? എങ്ങനെ എഴുതാം? ഇത് മൊമെൻ്റ് അല്ലേ? മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ ഫോമുലയല്ലേ എം ഈസ് ഈക്വൽ ടു σy ഇൻറ്റു ഐ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെയും വുഡിൻ്റെയും മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താ? അപ്പോൾ സ്റ്റീലിൻ്റെയും വുഡിൻ്റെയും മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണ്? അപ്പോൾ ഇത് നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കിട്ടിയില്ലേ? എന്താ കിട്ടിയേ? σ1/y ഇൻറ്റു I1 ആൻഡ് M2 ഈക്വൽ ടു σ2/y ഇൻറ്റു I2. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റീലിൻ്റെയും വുഡിൻ്റെയും മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ ടോട്ടൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഫ്ലിച്ച്ഡ് ബീമിൻ്റെ ടോട്ടൽ മൊമെൻറ്റ് എന്താണ്? നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു, മൊമെൻറ്റ് ഈസ് ഓരോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദി കോമ്പോസിറ്റ് സെക്ഷൻ. ഈ ഒരു കോമ്പോസിറ്റ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് പറയുന്നത് ഈ ഇൻഡിവിജ്വൽ മെറ്റീരിയൽസിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ സമ്മാണ്. സോ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, ദെർഫോർ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ കോമ്പോസിറ്റ് ബീം എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഇൻഡിവിജ്വൽ ബീംസ്. ഇൻഡിവിജ്വൽ ബീംസിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ സമ്മാണ് അല്ലേ? കോമ്പോസിറ്റ് ബീം സെക്ഷൻ്റെ ടോട്ടൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? M ഈസ് ഈക്വൽ ടു M1 പ്ലസ് M2. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം നമുക്ക്? σ1/y ഇൻറ്റു I1 പ്ലസ് σ2/y ഇൻറ്റു I2. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? σ1നെ നമുക്ക് എങ്ങനെ നേം ചെയ്ത് എഴുതാൻ പറ്റും? നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നു. എങ്ങനെയാണ് σ1നെ നമ്മൾ നെയിം ചെയ്യുന്നത്? σ1നെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? M ഇൻറ്റു σ2 എന്ന് എഴുതാം അല്ലേ? E1/I2 എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ σ1നെ M ഇൻറ്റു σ2 എന്ന് നമുക്ക് നെയിം ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ വരും? M σ2/y ഇൻറ്റു I1 പ്ലസ് σ2y ഇൻറ്റു I2 ഇങ്ങനെ നമുക്ക് എഴുതാം. ഇത് നമുക്ക് σ2 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ σ2/y കോമൺ ആയിട്ട് വെളിയിലെടുത്തു. അപ്പോൾ എന്താണ് വരുന്നത്? MI1 പ്ലസ് I2. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, ടോട്ടൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? σ2/y ഇൻറ്റു MI1 പ്ലസ് I2. ഇനി അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ ഫ്ലിച്ച്ഡ് അല്ലെ കോമ്പോസിറ്റ് ബീം കണ്ടുപിടിക്കുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കോമ്പോസിറ്റ് അല്ലെ ഫ്ലിച്ച്ഡ് ബീമിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ.